ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്കിന്ന് ചിത്രകൂട്ടിൽ 2 മെയിൻ സ്ഥലങ്ങളാണ് കവർ ചെയ്യാനുള്ളത്. ആദ്യം ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് സതി അനസൂയ ടെമ്പിൾ. രാമായണത്തിലുള്ള ഒരു സന്യാസിനിയാണ് സതി അനസൂയ. ഈ നാട്ടിൽ വലിയ വരൾച്ച ഉണ്ടായപ്പോൾ ഇവർ പ്രാർത്ഥിച്ചിട്ടാണ് മന്ദാകിനി റിവർ ഇങ്ങോട്ട് വന്നത്. ആ മന്ദാകിനി റിവറാണ് ഈ സൈഡിൽ കാണുന്നത്. इधर से ओ भाई इधर से खाली कर ഇവിടെ സതി അനസൂയന്റെ ഫുൾ സ്റ്റോറി കാണിച്ചിട്ടുണ്ട്, പക്ഷെ വീഡിയോ അലൗഡ് അല്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ഷിങ്കാടയും പക്കോടയും പോലത്തെ സ്നാക്സ് ഒക്കെയാണ് കഴിക്കണ കണ്ടത്. അപ്പൊ ഞങ്ങളും അത് കഴിച്ചു. അടുത്തത് ഗുപ്ത ഗോദാവരി കേവ്സ്. ഇവിടെ കട്ട തിരക്കാണ് ഗൈസ്. കൂട്ടരെ കട്ട തിരക്ക്. ഈ പോകുന്ന വഴി കണ്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും ഗൈസ്. പക്ഷേ അകത്ത് വിശാലമായ സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് രാമൻ സഭ കൂടിയിരുന്ന സ്ഥലമുണ്ട്. പിന്നെ സീതാദേവി കുളിക്കാൻ ഉപയോഗിച്ചായിരുന്ന കുണ്ടുണ്ട്. അതായത് അത്രയും വലുതാണ് ഈ കേവ്. ഇതാണ് രണ്ടാമത്തെ ഗുഹയിലേക്കുള്ള എൻട്രി. ഇതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം. ഗോദാവരി എന്ന് പറയപ്പെടുന്ന ഈ വെള്ളം എവിടുന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇതിനെ ഗുപ്ത ഗോദാവരി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ലൈം സോഡക്കാരനെ കിട്ടി. അപ്പൊ ഞങ്ങളൊരു ലൈം സോഡ മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കൽക്കത്തയ്ക്ക് പോവാണ്. ഞങ്ങളിപ്പോ ഉള്ളത് ചിത്രകൂട്ട് ധാം കാർവി റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു മങ്കി ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഓടിപ്പോയി അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോ പെരും തിരക്കായിരുന്നു. പിന്നെ 2 ട്രെയിൻ വന്ന് പോയപ്പോഴേക്കും തിരക്കൊക്കെ പോയി കിട്ടി. അപ്പൊ ലഞ്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഞങ്ങളുടെ ട്രെയിന് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരിക. അത് മാത്രല്ല ഈ റെയിൽ അമ്പലത്തിൽ മാത്രല്ല ഇവിടെ ഉണ്ട് കുരങ്ങന്മാര്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് നല്ല വെറൈറ്റി ആയിരുന്നു. ഒരാഴ്ച പോയത് അറിഞ്ഞേയില്ല. അപ്പോൾ ഒരാഴ്ച
ഞങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണിച്ച മിഥുൻ അങ്കിളിനും ഝാൻസി ടാക്സി സർവീസിനും ബിഗ് താങ്ക്സ്.